ഏവർക്കും അലേർട്ട് അക്കാദമിയുടെ +1 ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും 10th ഒക്കെ കഴിഞ്ഞ് നല്ല മാർക്ക് വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക കൺഗ്രാജുലേഷൻസ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ബയോസയൻസ് ഇഷ്ടപ്പെട്ട് വന്നവരാണെന്ന് എനിക്കറിയാം. അതായത് ബയോളജി സയൻസ്. എന്താണ് ബയോളജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് പഠിക്കാൻ. അതായത് നമ്മളുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുന്നതാണ് ഏത് ബയോളജി എന്ന് പറയുന്നത്. അതായത് ലിവിങ് തിങ്സിനെ, ജീവനുള്ളവയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണ് എന്ത് ബയോളജി എന്ന് പറയുന്നത്. ഇനി ഈ ബയോളജിയുടെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ ബ്രാഞ്ചസ് ഉണ്ട് ബയോളജിക്ക്. ബയോളജി എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് മാത്രമല്ല, അതിന് പിന്നെയും ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അപ്പം ആ ബ്രാഞ്ചുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഓരോന്നും നമുക്ക് വേറെ വേറെ ആയിട്ട് കുറേ, നിങ്ങൾക്ക് തന്നെ കുറേ പഠിക്കാനുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ +1 നിങ്ങൾ പഠിക്കുന്നത് ബയോളജി 2 ഭാഗങ്ങളായിട്ടാണ്. ഒന്ന് ബോട്ടണിയും ഒന്ന് സുവോളജി. അതായത് ബോട്ടണി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്, സസ്യങ്ങളെ പറ്റിയുള്ള പഠനത്തിനാണ് നമ്മൾ ബോട്ടണി എന്ന് പറയുന്നത്. ഇനി സുവോളജി എന്ന് പറഞ്ഞാലോ സ്റ്റഡി ഓഫ് ആനിമൽസ്, അതായത് ജന്തുക്കളെ പറ്റിയുള്ള, സൂ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം എന്താണ്, ജന്തുക്കളാണ്. ജന്തുക്കളെ പറ്റിയുള്ള പഠനമാണ് എന്ത് സുവോളജിയിൽ വരുന്നത്. ഇപ്പം ഇവിടെ നമ്മുടെ ലെസൺ എന്ന് പറഞ്ഞാൽ, ബോട്ടണിയുടെ നമ്മുടെ ലെസൺ എന്ന് പറഞ്ഞാൽ 2ാമത്തെ ലെസണാണ് നമ്മുടെ ബുക്കിൽ വരുന്നത്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് നമ്മുടെ ലെസന്റെ പേര്. എന്തായിരുന്നു? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇപ്പം ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഞാൻ ജനറൽ ആയിട്ട് കുറച്ച് ടേംസ് നിങ്ങൾക്ക് അറിയാൻ. ബയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ്. അപ്പൊ എല്ലാവർക്കും അറിയാം ബ്രാഞ്ച് ഓഫ് സയൻസ്, സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ് ബയോളജി. ഇനി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ്, എന്തിനെ പറ്റിയിട്ടാണ് അതിൽ വിശദീകരിക്കുന്നത്? ലിവിങ് തിങ്സ്, ജീവനുള്ളവയെ പറ്റി. അപ്പൊ ജീവനുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ? നമുക്കറിയാം നമ്മൾക്ക് ജീവനുണ്ട്, അതായത് ആനിമൽസ്, നമ്മൾ എന്ന് പറഞ്ഞാല്. പിന്നെ അതേപോലെ എന്താണ്? പ്ലാന്റ്സിന് ജീവനുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ ഇന്നിപ്പോ എന്താണ്, കൊറോണ വൈറസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ വൈറസ് ഒക്കെ വരുന്നത് ഏതാണ്? മൈക്രോ ഓർഗാനിസംസിൽ വരുന്നതാണ്, ബാക്ടീരിയ ഒക്കെ. അപ്പൊ മൈക്രോ ഓർഗാനിസംസ് അതൊക്കെയാണ് ഏതിൽ വരുന്നത്? ലിവിങ് തിങ്സിൽ വരുന്നത്. ഇപ്പൊ ലിവിങ് തിങ്സിൽ വരുന്നത് ഏതൊക്കെയായിരുന്നു? പ്ലാന്റ്സ്, അനിമൽസ്, മൈക്രോ ഓർഗാനിസം. അപ്പൊ നമ്മൾ പ്ലാന്റ്സിനെ പറ്റി ഒരു ബ്രാഞ്ച് ആയിട്ട് പഠിക്കേണ്ടത്, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോട്ടണി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ഈസ് കോൾഡ് ദി ബോട്ടണി. അപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പൊ ഈ ബയോളജിയുടെ ഇപ്പൊ ഈ ഫാദർ ഓഫ് ബയോളജി എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. അപ്പൊ അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് സയന്റിസ്റ്റ് ആണ്. അയാൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് ശാസ്ത്രലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അപ്പൊ അയാളാണ് ആദ്യം ഫാദർ ഓഫ് ബയോളജി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതായത് ജീവനുള്ളവയൊക്കെ തരംതിരിക്കാനൊക്കെ അയാൾ ശ്രമിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അയാളെ ഫാദർ ഓഫ് ബയോളജി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി സ്റ്റഡി ഓഫ് പ്ലാന്റ്സിന് പറയുന്നതാണ് ബോട്ടണി. ഇനി ഫാദർ ഓഫ് ബോട്ടണി ആയിട്ട് അറിയപ്പെടുന്നത് തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്ന ഒരാളാണ്. അതായത് തിയോഫ്രാസ്റ്റസ് ആണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ബോട്ടണി. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു സ്റ്റഡി ഓഫ് ആനിമൽസ് ആണ് ഏത്? സുവോളജി. ഫാദർ ഓഫ് സുവോളജി ആയിട്ട് അറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ആളാണ്. ഇനി നമുക്കറിയാം നമ്മളുടെ ലെസന്റെ പേര് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ്. അപ്പൊ എന്താണ് ക്ലാസിഫിക്കേഷൻ? അപ്പൊ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ഒരുപാട് ഇപ്പോ ഈ പ്രകൃതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ജീവജാലങ്ങളെ കാണാൻ കഴിയും. അപ്പൊ അതിനെയൊക്കെ ഓരോ ഗ്രൂപ്പുകളായിട്ട് തരം തിരിച്ചില്ലെങ്കിൽ നമുക്കറിയില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഉപ്പ് എടുത്തു വരാൻ അമ്മ പറയാണ്. അപ്പൊ നിങ്ങൾ എവിടേക്ക് ഓടിപ്പോവാം? അതായത് കിച്ചണിലേക്ക്, അടുക്കളയിലേക്കാണ് നിങ്ങൾ പോവുക. കാരണം നിങ്ങൾക്ക് അറിയാം എന്താണ്, എവിടെയാണ് ഉപ്പ് വെച്ചിരിക്കുക? സാധാരണയായിട്ട് അടുക്കളയിലാണ് വെച്ചിരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓരോ സാധനത്തിനും അതിൻ്റെതായ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്താന്ന് വെച്ചാൽ ഒരേപോലെ ഉള്ളതിനെയൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കുക, അല്ലാത്തതിനെ നമ്മൾ വേറൊരു ഗ്രൂപ്പിലേക്ക് മാറ്റുകയാണ് ചെയ്യണത്. അപ്പൊ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പിംഗ് ഓഫ് തിങ്സ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പിംഗ് ഓഫ് തിങ്സ് ബേസ്ഡ് ഓൺ ദെയർ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. അതായത് അവയുടെ സാമ്യങ്ങളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരം തിരിക്കുന്നതിന് പറയുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കി നോക്കുക. അതായത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ഒരുമിച്ചാണ്
അതായത് കുറേ ഉണ്ട്, ബുക്ക് ഉണ്ട്, പെന്നുണ്ട്, പെൻസിലുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്, ഇതൊന്ന് ഓരോന്നോരോന്നും. അതേസമയം നമ്മൾ ഓരോന്നോരോന്നും സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതായത് മാർക്കറുകളൊക്കെ ഒരുമിച്ച്, പിന്നെ പെന്നുകളൊക്കെ ഒരുമിച്ച്, പിന്നെ പെൻസിൽ ഒരുമിച്ച്, ബുക്ക് വേറെ. ഇപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ അത് തന്നെയാണ് ഇതിൽ നടക്കുന്നത്, ക്ലാസിഫിക്കേഷനിൽ നടക്കുന്നത്. ഗ്രൂപ്പിംഗ് ഓഫ് സിമിലർ ഐറ്റംസ് ഇൻ ടു വൺ ഗ്രൂപ്പ്. അതായത് എന്താ ചെയ്യുന്നത്, സിമിലർ ഐറ്റംസിനെ ഒന്നാക്കിയിട്ട്, ഇപ്പൊ ബുക്കൊക്കെ ഒരു ഗ്രൂപ്പ്, പെന്നൊക്കെ ഒരു ഗ്രൂപ്പ്, പെൻസിൽ ഒന്ന്, പിന്നെ മാർക്കർ ഒന്ന്, അങ്ങനെയുള്ള രീതിയിൽ. ഇപ്പൊ ഇവിടെ നമ്മൾ എന്തിനാ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നത്, ഓർഗനിസത്തിനെയാണ്. അപ്പൊ അതിനാണ് നമ്മൾ എന്താ സയന്റിഫിക് മെത്തേഡ് ഓഫ് ഓർഗനൈസിങ്, അതല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗനിസംസ് ഈസ് നോൺ ആസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമുക്ക് എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നോക്കാം. അതായത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ സയന്റിഫിക് മെത്തേഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗനിസംസ് ഇൻ ടു ഗ്രൂപ്പ്സ് ഈസ് കോൾഡ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, പ്ലാന്റ്സിനെ ഒരു ഗ്രൂപ്പ് ആക്കുന്നു, ആനിമൽസിനെ ഒരു ഗ്രൂപ്പ് ആക്കുന്നു, മൈക്രോ ഓർഗനിസത്തിനെ വേറൊരു ഗ്രൂപ്പ് ആക്കുന്നു, ഇനി അതിലൊന്നും പെടാത്ത വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ദി സയന്റിഫിക് മെത്തേഡ്, ശാസ്ത്രീയമായ രീതിയാണ്, ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗനിസംസ്, ജീവികളെ അറേഞ്ച് ചെയ്യുക, അതായത് എന്താ ഓർഗനൈസ് ചെയ്യുക, ഇൻ ടു ഗ്രൂപ്പ്സ് ഈസ് കോൾഡ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതിനാണ് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അതായത് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഓരോ ശാസ്ത്രജ്ഞന്മാരും ഓരോ ആൾക്കാരും, അതായത് സയന്റിഫിക് വേൾഡിലുള്ള കുറേ പേര് ജീവികളെ തരംതിരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷെ തരംതിരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കോടാനുകോടി ജീവികളാണ് ഈ ഭൂമിയിലുള്ളത്. അപ്പൊ ഇത്രയും ജീവികളെ എങ്ങനെയാണ് തരംതിരിക്കാൻ പറ്റുക? അതൊരു വലിയൊരു ടാസ്ക്കാണ് അല്ലെ? ഒരാളുടെ ലൈഫ് ടൈമിൽ അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയൊരു ടാസ്ക്കാണ് എന്ത്, ഇത്രയധികം ജീവികളെ കണ്ടുപിടിച്ച് അതിന് പേര് കൊടുത്ത് ഓരോ ഗ്രൂപ്പായിട്ട് തരംതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, അരിസ്റ്റോട്ടിലാണ് ജീവികളെ തരംതിരിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ ഫസ്റ്റ് തന്നെ അയാൾ എന്ത് ചെയ്തു, ജീവികളെ രണ്ടായിട്ട് തരംതിരിച്ചു. അതായത് രണ്ടായിട്ട് തരംതിരിക്കുക എന്ന് വെച്ചാല് പ്ലാന്റ്സ്, അനിമൽസ്, അങ്ങനെ രണ്ടായിട്ടാണ് അരിസ്റ്റോട്ടില് തരംതിരിച്ചത്. അപ്പൊ ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വാസ് ഡൺ ബൈ അരിസ്റ്റോട്ടിൽ. അപ്പൊ ഹൂ മെയ്ഡ് ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗനിസംസ്? Aristotle. And he classified plants into herbs, shrubs and trees based on morphological characters. ഇനി അയാള് പ്ലാന്റ്സിനെ എങ്ങനെയാണ് തരംതിരിച്ചത്, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. അപ്പൊ എന്താണ് ഈ മോർഫോളജി എന്ന് പറഞ്ഞാല്, എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിനെയാണ് മോർഫോളജി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ അതുൽ, അപ്പൊ ഈ അതുൽ എന്ന് പറഞ്ഞ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മള് എക്സ്റ്റേണലി അങ്ങനെ, ഇപ്പൊ നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് ചുരുണ്ട മുടിയുള്ള പൊക്കുള്ള കുറച്ച് ഗ്ലാസ് വെച്ച അല്ലെങ്കിൽ എന്താണ് കുറച്ച് ഫെയർ ആയിട്ടുള്ള ആ കുട്ടിയാണ് അതുൽ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആ കുട്ടീനെ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നത്, അതിന്റെ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് മോർഫോളജി എന്ന് മനസ്സിലായില്ലേ? അതായത് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ മോർഫോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സ്റ്റേണലി നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ചെടികളൊക്കെ വളരെ ചെറുതായിരിക്കും. അതായത് ഇപ്പൊ ഗ്രാസ് പോലെയുള്ള ചെടികളൊക്കെ ആണെങ്കിൽ വളരെ ചെറുത്. അപ്പൊ അത് ഏത് ഗ്രൂപ്പിൽ പെടുത്താം, ഹെർബ്സ് എന്നുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. ഇനി ചില ചെടികളൊക്കെ ആണെങ്കിൽ, അതായത് കുറച്ചിപ്പോ നമ്മുടെ നാരകം അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ കാണും, അതായത് അത്ര ഹൈറ്റും ഉണ്ടാവില്ല. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കുറെ ചെടികളെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്, അതായത് shrubs എന്നുള്ള ഗ്രൂപ്പിലാണ് വരുന്നത്. ഇനി നമുക്കറിയാം, അതായത് നമ്മുടെ ആൽമരം അല്ലെങ്കിൽ മാംഗോ ട്രീ അങ്ങനെയൊക്കെ വരുമ്പോ എന്താ, വലിയ മരങ്ങളാണ് അല്ലെ? അപ്പൊ ഇതിലൊക്കെ ഏതിനെ നമ്മൾ ഉൾപ്പെടുത്തുക, ട്രീസ്. അപ്പൊ നമ്മൾ എന്താ, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഓർഗനിസത്തിനെ, പ്ലാന്റ്സിനെ തരംതിരിച്ചത്. അയാള് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തു. ആനിമൽസിനെ അയാള് രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തത്. അതായത് റെഡ് ബ്ലഡ് ഉള്ളതും അല്ലാത്തതുമായിട്ടുള്ള ജീവികൾ. ഇപ്പൊ നമുക്കൊക്കെ റെഡ് ബ്ലഡ് ഉള്ളതാണ്. പിന്നെ പശു, ആന അങ്ങനെയൊക്കെ നോക്കുമ്പോൾ റെഡ് ബ്ലഡ് ഉള്ളതാണ്.
അതേസമയം നമ്മൾ ഇൻസെക്റ്റിലേക്ക് പോകുമ്പോഴോ അവർക്കൊന്നും റെഡ് ബ്ലഡ് അല്ല. അപ്പൊ ആ രീതിയിലാണ് അയാള് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തത്. ഹി ക്ലാസിഫൈഡ് ആനിമൽസ് ഇൻ ടു 2 ഗ്രൂപ്സ്, ദോസ് വിച്ച് ഹാഡ് റെഡ് ബ്ലഡ് ആൻഡ് ദോസ് ദാറ്റ് ഡിഡ് നോട്ട്. അതായത് ഏതിനാണോ റെഡ് ബ്ലഡ് ഉള്ളത്, ഏതിനാണോ ഇല്ലാത്തത്, അങ്ങനെ അയാൾ ആനിമൽസിനെ രണ്ടായിട്ട് തരംതിരിച്ചു. അപ്പൊ ഇവിടെ ഈ ക്ലാസിഫിക്കേഷൻ എല്ലാം ചെയ്തത്, ആദ്യമായിട്ട് ഇങ്ങനെ ജീവികളെ തരം തിരിച്ചത് ആരായിരുന്നു? അരിസ്റ്റോട്ടിലായിരുന്നു. പ്ലാന്റ്സിനെ അയാൾ എന്തിന്റെ ക്യാരക്ടേഴ്സിലാണ് ക്ലാസിഫൈ ചെയ്തത്? മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, അതായത് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ്. എന്തൊക്കെയായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത്? ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. ഇനി ആനിമൽസിനെ അയാൾ എങ്ങനെയാ ഡിവൈഡ് ചെയ്തത്? ബ്ലഡിന്റെ ബേസിലാണ്. അതായത് റെഡ് ബ്ലഡ് ഉള്ളതും അല്ലാത്തതും, വിച്ച് ഹാഡ് റെഡ് ബ്ലഡ് ആൻഡ് ദോസ് ദാറ്റ് ഡിഡ് നോട്ട്. ഓക്കെ, സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ പിന്നെയും സയന്റിസ്റ്റ് അതിനെ കുറച്ച്, ഇപ്പൊ ഫസ്റ്റ് നമ്മൾ അരിസ്റ്റോട്ടിലിന്റെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെ തന്നെ വേറെ സയന്റിസ്റ്റ്, അതായത് കരോലസ് ലിന്നേയസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, അയാള് ജീവികളെ ഇതേപോലെ തന്നെ പിന്നെയും 2 കിങ്ഡം ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ 2 കിങ്ഡം ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ആ ക്ലാസിഫിക്കേഷൻ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടാൻ കാരണം. ഏതാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടാൻ കാരണം എന്താന്ന് വെച്ചാൽ 2 കിങ്ഡങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് പ്ലാന്റ്സിനെ മുഴുവൻ കിങ്ഡം പ്ലാന്റയിലും ആനിമൽസിനെ മുഴുവൻ കിങ്ഡം അനിമേലിയയിലും ഉൾപ്പെടുത്തി. അപ്പൊ അങ്ങനെയാണ് ആ ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ട് നടന്നത്. അപ്പൊ ഇത് നടത്തിയത് ആരായിരുന്നു? പ്രൊപ്പോസ്ഡ് ബൈ കരോലസ് ലിന്നേയസ്. സോ ഹൂ പ്രൊപ്പോസ്ഡ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? കരോലസ് ലിന്നേയസ്. പക്ഷെ ഈ ക്ലാസിഫിക്കേഷൻ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. അതായത് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ അതിലൊരു പ്രത്യേക സ്ഥാനം വൈറസിനോ ബാക്ടീരിയോ ഫേജസിനോ ഉണ്ടായിരുന്നില്ല. ദർ വാസ് നോ പ്ലേസ് ഫോർ ദി വൈറസസ് ആൻഡ് ബാക്ടീരിയോ ഫേജസ്. പിന്നെ വേറൊരു കാരണം പറയണത് എന്താന്ന് വെച്ചാല്, അതായത് ഇവിടെ ഓർഗാനിസത്തിനെ അയാള് യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ അങ്ങനെയൊന്നും നോക്കാതെ പ്രോകാരിയോട്ടിക് ആണോ യൂകരിയോട്ടിക് ആണോ, അതായത് ഫോട്ടോസിന്തറ്റിക് ആണോ നോൺ ഫോട്ടോസിന്തറ്റിക് ആണോ, അവരുടെ റിപ്രൊഡക്റ്റീവ് മെത്തേഡ്സോ ഇവല്യൂഷണറി റിലേഷൻഷിപ്സോ ഒന്നും ആര് കൺസിഡർ ചെയ്തില്ലായിരുന്നു? ലിന്നേയസ് കൺസിഡർ ചെയ്തില്ലായിരുന്നു. അപ്പൊ അതും അയാളുടെ ഒരു പോരായ്മയാണ്. അതായത് ഇപ്പൊ ഒരാളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അടുത്ത ആള് വരുമ്പോ എന്താ ചെയ്യുക? ആ വർക്കിന്റെ പോരായ്മകളും തികത്തിയിട്ടാണ് അടുത്ത ആള് ചെയ്യുക. ഇപ്പൊ അരിസ്റ്റോട്ടിൽ ചെയ്തത് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് പ്ലാന്റ്സിനെ അയാൾ തരംതിരിച്ചു. അപ്പൊ ഇയാളാണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് എല്ലാ പ്ലാന്റ്സിനെയും കൂടി കിങ്ഡം പ്ലാന്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലും എല്ലാ ആനിമൽസിനെയും കൂടെ കിങ്ഡം അനിമേലിയ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലും ഉൾപ്പെടുത്തി. പിന്നെ അയാളുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഫംഗസിന്, അതായത് നമ്മൾ മഷ്റൂം, കൂണ് ആ വർഗത്തിൽപ്പെട്ട ജീവികളുണ്ടല്ലോ, അവയാണെങ്കിൽ എന്താണ്? ഫോട്ടോസിന്തറ്റിക് അല്ല. അതിനെ ഏതിലാ ഉൾപ്പെടുത്തിയത്? പ്ലാന്റ്സിന്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അപ്പൊ ഇതൊക്കെ ഏതിന്റെ ഡ്രോബാക്സ് ആണ്? 2 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഡ്രോബാക്സ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ്ഡ് ബൈ കരോലസ് ലിന്നേയസ്. അപ്പൊ ഈ പേരൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, ഹൂ പ്രൊപ്പോസ്ഡ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ഹൂ പ്രൊപ്പോസ്ഡ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? കരോലസ് ലിന്നേയസ് പ്രൊപ്പോസ്ഡ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇനി ഈ ക്ലാസിഫിക്കേഷനിലെ പ്രത്യേകത എന്തായിരുന്നു? ഹി ഗ്രൂപ്പ്ഡ് പ്ലാന്റ്സ് ഇൻടു കിങ്ഡം പ്ലാന്റ്. പ്ലാന്റിനെ ഏതായിട്ടാണ്? കിങ്ഡം പ്ലാന്റ് ആയിട്ടും, ആൻഡ് ആനിമൽസ് ഇൻടു കിങ്ഡം അനിമേലിയ. അനിമൽസിനെ എന്തായിട്ടായിരുന്നു? കിങ്ഡം അനിമേലിയയിലും അയാൾ ഉൾപ്പെടുത്തി. ഇനി അതിന്റെ ഡ്രോബാക്സ്, പോരായ്മകൾ അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഹിസ് ക്ലാസിഫിക്കേഷൻ, എന്തൊക്കെ പോരായ്മകളായിരുന്നു ആ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നത്? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡസ് നോട്ട് കൺസിഡർ മെനി ക്യാരക്ടേഴ്സ് സച്ചസ്, അതായത് കുറെ ക്യാരക്ടേഴ്സ് ഒന്നും 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നോക്കിയില്ല. യൂണിസെല്ലുലാർ മൾട്ടി സെല്ലുലാർ, അതായത് ജീവികളെ ഏകകോശ ജീവികളാണോ ബഹുകോശ ജീവികളാണോ? മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ മെനി സെൽഡ്, യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ സിംഗിൾ സെൽഡ്. ആ ക്യാരക്ടർ അയാൾ നോക്കിയില്ല. പിന്നെ പ്രോ കാരിയോട്ടിക് ഓർ യു കാരിയോട്ടിക്, അതായത് ന്യൂക്ലിയസ് വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് ആണോ അല്ലെങ്കിൽ നോട്ട് വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് ആണോ, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്. പിന്നെ ഫോട്ടോസിന്തറ്റിക് ഓർ നോൺ ഫോട്ടോസിന്തറ്റിക്, അതായത് സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് വഴിയായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ അല്ലേ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ എന്തായിരുന്നു? മെത്തേഡ്സ് ഓഫ് റിപ്രൊഡക്ഷൻ,
നമ്മൾ കുറെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സെക്ഷൽ റിപ്രൊഡക്ഷൻ ആ റിപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് അയാൾ കൺസിഡർ ചെയ്തില്ല. ഇവല്യൂഷണറി റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിണാമപരമായ കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെയാണ് എന്ത് ചെയ്തത്? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അയാൾ നടത്തിയത്. പിന്നെ എന്താണ്? അയാൾ there was no place for viruses and bacteriophage. അതായത് വൈറസസിനും ബാക്ടീരിയോഫേജിനും ഒരു പ്രത്യേക പ്ലേസ് എവിടെ ഉണ്ടായിരുന്നില്ല? ഇയാളുടെ ക്ലാസിഫിക്കേഷനിൽ ഉണ്ടായിരുന്നില്ല. ഇനി നോൺ ഫോട്ടോസിന്തറ്റിക് ഫംഗൈ വാസ് പുട്ട് ടുഗദർ വിത്ത് ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സ്. അതായത് നോൺ ഫോട്ടോസിന്തറ്റിക് ഫംഗൈ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, അതായത് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിവില്ലാത്ത ഫംഗസ്. അതിനും അയാൾ എന്തിനാ ഉൾപ്പെടുത്തിയത്? ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സിന്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഡ്രോബാക്സ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ആർ ദ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡ്രോബാക്സ് ഓർ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ക്ലിയർ? ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. 2-3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ ഡെയിലി നന്നായിട്ട് തരണ ക്വസ്റ്റ്യൻസും അതേപോലെ ടോപ്പിക്കും വായിച്ചാൽ നിങ്ങൾക്ക് പഠനം വളരെ ഈസി ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ആദ്യം ഇപ്പോൾ മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് ടഫ് ആയിരിക്കും പഠിക്കാനൊക്കെ. അപ്പൊ പേരുകളൊക്കെ പഠിക്കാനും സെന്റൻസുകളൊക്കെ വായിക്കാനും മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ് അന്നൊന്ന് എടുക്കണത് അന്നൊന്ന് പഠിച്ചാൽ എല്ലാവർക്കും നല്ലതായിരിക്കും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? എന്തായിരുന്നു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? ദ സയന്റിഫിക് മെത്തേഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ് ഇൻടു ഗ്രൂപ്പ്സ്. അതിനാണ് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? സയന്റിഫിക് മെത്തേഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ് ഇൻടു ഗ്രൂപ്പ്സ്. ജീവികളെ ഓരോ ഗ്രൂപ്പായിട്ട് തരംതിരിക്കുക ശാസ്ത്രീയമായ രീതിയിൽ, സയന്റിഫിക് മെത്തേഡ്. ഇനി ഹൂ പ്രപ്പോസ്ഡ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ഈസി ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആരായിരുന്നു? കെറോലസ് ലിന്നേയസ്. ഹൂ പ്രപ്പോസ്ഡ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? കെറോലസ് ലിന്നേയസ്. ഇനി വാട്ട് ആർ ദ ഡീമെറിറ്റ്സ് ഓഫ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ എന്തൊക്കെയായിരുന്നു 2 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ പോരായ്മകള്. അപ്പൊ ഏതെങ്കിലും 2 പോയിന്റ് എക്സാമിന് ചോദിക്കുള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള 2 പോയിന്റ്സ് ഏതാന്ന് വെച്ചാൽ പഠിച്ചോളൂ. അതായത് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ മെനി ക്യാരക്ടേഴ്സ് സച്ച് ആസ് യൂണിസെല്ലാർ, മൾട്ടിസെല്ലാർ, പ്രോകര്യോട്ടിക്, യൂകര്യോട്ടിക്, ഫോട്ടോസിന്തറ്റിക്, നോൺ ഫോട്ടോസിന്തറ്റിക്, പിന്നെ എന്താ റിപ്രൊഡക്ഷൻ ക്യാരക്ടേഴ്സ് ആസ് വെൽ ആസ് ദി ഇവല്യൂഷണറി റിലേഷൻഷിപ്സ്. And other characters, other demerit is that there was no place for fungus as well as virus and bacteriophages. So these are the demerits of this classification. Okay.